ഇന്ന് നമുക്ക് ബാലരമയിലെ റൊമേനിയൻ നാടോടി കഥ വായിക്കാം. കഥയുടെ പേരാണ് മരത്തിനടിയിലെ നദി. ആരോരുമില്ലാത്ത ഒരു പാവം കുട്ടിയായിരുന്നു ലൂക്ക. കാട്ടിനോട് ചേർന്നുള്ള ഓലമേഞ്ഞ വീട്ടിലായിരുന്നു അവൻ്റെ താമസം. ഒരു ദിവസം ശക്തമായ കാറ്റിൽ ലൂക്കയുടെ വീട് പറന്നുപോയി. ലൂക്ക പുറത്തു പോയ സമയത്തായിരുന്നു അത്. ഭാഗ്യം, അല്ലെങ്കിൽ എന്ത് ചെയ്തേനെ അല്ലേ. കാട്ടിലും നാട്ടിലും എല്ലാം കാറ്റാഞ്ഞു വീശി. അടുത്തുള്ള മരത്തിൽ പിടിച്ചത് കൊണ്ട് മാത്രമാണ് ലൂക്ക പറന്നു പോകാതിരുന്നത്. അന്ന് രാത്രി ലൂക്ക ആ മരച്ചുവട്ടിൽ തന്നെ കിടന്നുറങ്ങി. ഉറക്കത്തിൽ ലൂക്ക ഒരു സ്വപ്നം കണ്ടു. കാടിനപ്പുറത്തുള്ള രാജ്യത്തെ രാജാവ് ഏതോ അജ്ഞാത രോഗം ബാധിച്ച് വയ്യാതെ കിടക്കുന്നു. ഇങ്ങനെ ലൂക്ക ഒരു ശബ്ദം കേട്ടു. ലൂക്ക, ഈ മരച്ചുവട്ടിലെ വെള്ളത്തിൽ കുളിച്ചാൽ രാജാവിൻ്റെ രോഗം മാറും. ലൂക്ക വേഗം മരച്ചുവട്ടിൽ കുളിച്ചു നോക്കി. അതാ മരത്തിൻ്റെ വേരിൽ നിന്ന് താഴേക്കൊരു കൊച്ചു നദി ഒഴുകുന്നു. ലൂക്ക വേഗം ആ നദിയിൽ നിന്ന് കുറച്ച് വെള്ളം ഒരു പാത്രത്തിലെടുത്തു. എന്നിട്ട് രാജാവിനെ കാണാനായി യാത്ര തുടങ്ങി. കുറേ നാളത്തെ യാത്രയ്ക്ക് ശേഷമാണ് ലൂക്ക കാടിന് പുറത്തെത്തിയത്. അവൻ അടുത്തുള്ളൊരു സത്രത്തിൽ വിശ്രമിച്ചു. അവിടെ ചിലർ സംസാരിക്കുന്ന അവൻ കേട്ടു. മഹാരാജാവിൻ്റെ രോഗം മാറ്റുന്നവർക്ക് പകുതി രാജ്യമാ സമ്മാനം. അപ്പോൾ ഞാൻ കണ്ട സ്വപ്നം സത്യമാണ്, ലൂക്കയ്ക്ക് മനസ്സിലായി. അവൻ രാജാവിൻ്റെ അടുത്തെത്തി. രോഗം മൂലം രാജാവിൻ്റെ ശരീരമെല്ലാം മുറിവുകളായിരുന്നു. പ്രഭു, ഞാൻ അങ്ങേ ചികിത്സിക്കാം, ലൂക്ക പറഞ്ഞു. അത് കേട്ടപ്പോൾ രാജാവിന് ചുറ്റുമുള്ള വൈദ്യന്മാരൊക്കെ ചിരിച്ചു. ആഹാഹാ, ഈ ചെറിയ പയ്യനോ? പ്രായത്തിലല്ല കാര്യം, രാജാവ് പറഞ്ഞു. അതോടെ എല്ലാവരുടെയും ചിരി നിന്നു. ലൂക്ക പതുക്കെ രാജാവിൻ്റെ അടുത്തെത്തി പാത്രത്തിലെ വെള്ളത്തിൽ രാജാവിൻ്റെ കൈ മുക്കിയെടുത്തു. അത്ഭുതം! അതോടെ കൈയിലെ മുറിവെല്ലാം ഉണങ്ങി. മരച്ചുവട്ടിലെ നീരുറവയെക്കുറിച്ച് ലൂക്ക രാജാവിനോട് പറഞ്ഞു. വൈകാതെ ഭടന്മാർ അവിടെ നിന്ന് കൂടുതൽ വെള്ളം കൊണ്ടുവന്നു. അതിൽ കുളിച്ചതോടെ രാജാവിൻ്റെ രോഗം പൂർണ്ണമായി മാറി. മക്കളില്ലാതിരുന്ന രാജാവ് ലൂക്കയെ ദത്തെടുത്തു. കൊട്ടാരത്തിൻ്റെ മട്ടുപാവിലിരുന്ന് ലൂക്ക രാജകുമാരൻ ഓർത്തു, ആ കാറ്റ് വന്നതുകൊണ്ടല്ലേ ഇതെല്ലാം സംഭവിച്ചത്. എന്താ ഈ കഥയെന്ന് നമുക്ക് മനസ്സിലായത്? എല്ലാം നല്ലതിന് തന്നെ. കുട്ടികൾക്കെല്ലാം ഈ കഥ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇനി മറ്റൊരു കുട്ടി കഥയുമായി അടുത്ത പ്രാവശ്യം കാണാം.